ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. പീലാത്തോസിന്റെ വിധിമണ്ഡപം. വിധിയാളന്റെ മുമ്പിൽ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നിശബ്ദനായി നിൽക്കുന്ന ദൈവപുത്രൻ. ബറബ്ബാസിനെ വിട്ടയക്കൂ, ക്രൂശിക്കാൻ യേശുവിനെ വിട്ടുതരുവെന്ന് ആർത്തട്ടഹസിക്കുന്ന യഹൂദജനം. അധർമ്മം കൊടികുത്തി വാഴുന്നു, സത്യം ക്രൂശിക്കപ്പെടുന്നു. യേശുവിനെ നോക്കുക. വാടിത്തളർന്ന മുഖം, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ദാഹിച്ചു വരണ്ട നാവ്, രക്തം കിനിയുന്ന മാംസപേശികളും ഒട്ടിപ്പിടിച്ച വസ്ത്രവും. നീതിമാന്റെ രക്തത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് കൈ കഴുകിയ പീലാത്തോസ് ജനത്തെ ഭയപ്പെട്ട് അരുമനാഥനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. നിഷ്കളങ്കനായ ആട്ടിൻകുട്ടി വാവിളർന്നു നിൽക്കുന്ന ചെന്നായ്ക്കളുടെ മധ്യത്തിലേക്ക് എറിയപ്പെട്ടു. വിധിയാളനായ കർത്താവേ, അങ്ങ് കുറ്റക്കാരനായി വിധിക്കപ്പെടാൻ കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. ജനപ്രീതിക്കും കാര്യലാഭത്തിനും വേണ്ടി പലപ്പോഴും മറ്റുള്ളവരെ തെറ്റായി ഞങ്ങൾ വിധിക്കാറുണ്ട്. നാഥ, ഞങ്ങളോട് ക്ഷമിക്കണമേ. മറ്റുള്ളവർ ഞങ്ങളെ തെറ്റിദ്ധരിക്കുമ്പോഴും കുറ്റക്കാരായി വിധിക്കുമ്പോഴും പ്രതികാര ചിന്ത കൂടാതെ അതെല്ലാം സഹിക്കുവാനും അവർക്കായി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അന്ത്യവിധി നാളിൽ ഞങ്ങളോട് കരുണ തോന്നണമേ. പരിഹസിച്ചാജനം പലതും പറഞ്ഞു, അടിയേറ്റവൻ പൊളഞ്ഞു. പരിഹസിച്ചാജനം പലതും പറഞ്ഞു, അടിയേറ്റവൻ പൊളഞ്ഞു. രണ്ടാം സ്ഥലം. ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് യേശുനാഥൻ കാൽവരിയിലേക്ക് യാത്രയാകുന്നു. അവിടുന്ന് ചുറ്റും നോക്കി. ഓശാന പാടിയ നാവുകളിൽ നിന്ന് അട്ടഹാസങ്ങളും കൂക്കുവിളികളും മാത്രം. ആശ്വസിപ്പിക്കാൻ ആരുമില്ല. വചനം ശ്രവിച്ചവരും സൗഖ്യം ലഭിച്ചവരും തന്നോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാരും ഇന്നിവിടെ. ചാട്ടവാറടിയേറ്റ പട്ടുപോലെ മൃദുലമായ ശരീരത്തിൽ നിന്ന് ചോരത്തുള്ളികൾ ചിതറിത്തെറിച്ചു വീണു. വേദന കൊണ്ടവൻ പുളഞ്ഞു. നമ്മുടെ മുറിവുകൾ സുഖപ്പെടാൻ അവൻ മുറിവേറ്റവനായി. എന്റെ പാപങ്ങൾക്കായി ക്രൂശേന്തിയ ലോകനാഥ, എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശും വഹിച്ചുകൊണ്ട് ഞാനും അങ്ങയെ പിന്തുടരുന്നു. എന്റെ പാപത്തെ ഓർത്ത് കരയുവാനും മേലിൽ പാപം ചെയ്യാതെ ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ.
തട്ടി വീണു ദേഹം മുറിഞ്ഞു കീറി ക്രൂശുമായി പാറമേൽ കാൽ തട്ടി വീണു ദേഹം മുറിഞ്ഞു കീറി താങ്ങുവാനാളില്ലല്ലോ എഴുന്നേൽക്കാൻ ശക്തിയില്ല ചാട്ടവാറാലവർ തല്ലിടുന്നവിടുത്തെ നിന്ദകളോതിടുന്നു ചാട്ടവാറാലവർ തല്ലിടുന്നവിടുത്തെ നിന്ദകളോതിടുന്നു ദേവാറിയുന്നു ഞാൻ നീതം വീണിടുവാൻ ദേവാറിയുന്നു ഞാൻ നീതം വീണിടുവാൻ കാരണം ഞാൻ ചെയ്ത പാപങ്ങൾ തന്നെ നാഥ പൊറുക്കിടമേ കാരണം ഞാൻ ചെയ്ത പാപങ്ങൾ തന്നെ നാഥ പൊറുക്കിടമേ മൂന്നാം സ്ഥലം ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. കല്ലുകൾ നിറഞ്ഞ ഇടുങ്ങിയ പാതയിലൂടെ ഭാരമുള്ള കുരിശുമായി യേശുനാഥൻ ഗാഗുൽത്താ മലയിലേക്ക് നീങ്ങുന്നു. ഭാരം താങ്ങാൻ കഴിയാത്ത വിധം അവിടുന്ന് തളർന്നു കഴിഞ്ഞിരിക്കുന്നു. കൂർത്ത കല്ലുകളിൽ തട്ടി കുരിശുമായി നാഥൻ മുട്ടുകുത്തി വീഴുന്നു. മുട്ടുകളിലൂടെ രക്തം ഒലിക്കുന്നു. പടയാളികൾ കർത്താവിന്റെ കർണ താഞ്ഞടിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. അടിച്ചവരുടെ മുഖത്തേക്ക് അരുമനാഥൻ സ്നേഹത്തോടെ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അടികൊണ്ടതിന്റെ വേദനയാലല്ല, അതിലുപരി മനുഷ്യപാപത്തിന്റെ കാഠിന്യം നിമിത്തമത്രേ. നാഥ, അങ്ങേ വീഴ്ചയ്ക്ക് കാരണം എന്റെ പാപങ്ങളാണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ വഹിക്കുന്ന കുരിശിന്റെ ഭാരത്താൽ ഞാനും വീണുപോകുന്നു. എന്റെ വീഴ്ചയിൽ മറ്റുള്ളവർ എന്നെ നിന്ദിക്കുകയും പഴിക്കുകയും ചെയ്യുന്നു. നിനക്ക് വേണ്ടി എല്ലാം സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. ഹൃദയം തീളർന്നു
വഴിയിൽ തന്റെ മാതാവിനെ കാണുന്നു. 4 കണ്ണുകൾ അവിടെ പരസ്പരം കണ്ടുമുട്ടി. മിഴിനീരൂറുന്ന നയനങ്ങൾ, വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങൾ, അവ വാചാലങ്ങളായി. പരിശുദ്ധ മാതാവിന്റെ ചുണ്ടുകൾ വിതുമ്പി. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ ശിമിയോൻ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ വന്നു. ആർത്തിരമ്പുന്ന ശത്രുക്കളുടെ മധ്യത്തിൽ പരിഹാസ്യനായി കുരിശും വഹിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന മകനെ കണ്ടപ്പോൾ ആ മാതാവിന്റെ ഹൃദയം ദുഃഖത്താൽ പിളർന്നു. എല്ലാം ഹൃദയത്തിലൊതുക്കി അവൾ മകന്റെ പിന്നാലെ കാൽവരിയിലേക്ക് നീങ്ങി. വ്യാകുലയായ മാതാവേ, ഭാരമുള്ള കുരിശും വഹിച്ചുകൊണ്ട് കൊലക്കളത്തിലേക്ക് പോകുന്ന നിന്റെ പ്രിയപുത്രനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ നിനക്കുണ്ടായ മനോവ്യഥ എത്രയോ വലുതായിരുന്നു. അങ്ങയുടെയും അങ്ങേ പ്രിയപുത്രന്റെയും ദുഃഖത്തിന് കാരണമായ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് ഞങ്ങൾ വ്യസനിക്കുന്നു. മകന്റെ പീഡകളിൽ പിതാവിന്റെ ഹിതം കണ്ടറിയുവാനും പിതാവിന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുവാനും നിനക്ക് കഴിഞ്ഞുവല്ലോ. ജീവിത ദുഃഖത്തിൽ പരസ്പരം ആശ്വസിപ്പിക്കുവാനും പീഡകളുടെ നടുവിൽ ദൈവഹിതം നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. അഞ്ചാം സ്ഥലം. ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. കാൽവരിയിലേക്ക് അധികം ദൂരം ഇനിയില്ല. വിശപ്പും ദാഹവും പീഡനവുമേറ്റ് ഈശോ തളർന്നു. ഇനി മുമ്പോട്ട് പോകാൻ ശക്തിയില്ല. വഴിയിൽ വെച്ച് തന്നെ അവിടുന്ന് മരിക്കുമെന്ന് അവർ കരുതി. കെവൂറിൻകാരനായ ശിമിയോനെ അവർ കണ്ടു. കുരിശു ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. ഈശോയോടുള്ള അനുകമ്പ കൊണ്ടല്ല, ജീവനോടെ യേശുവിനെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ നിശ്ചയിച്ചിരുന്നു. റോമൻ പടയാളികൾ ആഞ്ഞടിക്കുന്നു. കർത്താവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ധാരധാരയായി കണ്ണീരൊഴുകി. കാളക്കൂറ്റന്മാർ എന്നെ വളഞ്ഞിരിക്കുന്നു. ബാഷാൻ കാളക്കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ആർത്തിയോടെ അലറിയെടുക്കുന്ന സിംഹം പോലെ
അവ എന്റെ നേരെ വാ പിളർന്നിരിക്കുന്നു എന്ന സങ്കീർത്തന വാക്യം അവിടുത്തെ മനസ്സിൽ വന്നു. മനുഷ്യകുലത്തിന്റെ പാപഭാരത്താൽ തളർന്ന ദിവ്യരക്ഷിതാവേ, സിമിയോനെ പോലെ നിന്റെ കുരിശ് ചുമക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. എന്റെ ഈ എളിയ സഹോദരന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെ അത്രേ ചെയ്തതെന്ന് നിന്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. ആകയാൽ എന്റെ എളിയ സഹോദരരിൽ നിന്നെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. പീഡനമേൽക്കയാലേ മനസാകെ പതറി, കണ്ണുകൾ മങ്ങി, മുഖവും വിരൂപമായി. മനസാകെ പതറി, കണ്ണുകൾ മങ്ങി, മുഖവും വിരൂപമായി. ആശ്വാസമേകാൻ വന്നു ഭക്തിയോടെ വേറോനീ, കൈലേസു കൊണ്ട മുഖമവളൊപ്പിയ ഛായയതിൽ തെളിഞ്ഞു. കൈലേസു കൊണ്ട മുഖമവളൊപ്പിയ ഛായയതിൽ തെളിഞ്ഞു. എന്നുള്ളത്തിൽ പതിക്കൂ നിൻമുഖരൂപം നാഥ, എന്നുള്ളത്തിൽ പതിക്കൂ നിൻമുഖരൂപം നാഥ. എൻ ഹൃദയത്തിലെ കൈലേസിലാമോഹം ഭദ്രമായി സൂക്ഷിക്കാം ഹൃദയത്തിലെ കൈലേസിലാമോഹം ഭദ്രമായി സൂക്ഷിക്കാം വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. താബോർ മലയിൽ സൂര്യസമാനം പ്രശോഭിച്ച ഈശോയുടെ സുന്ദരമുഖം വികൃതമായിരിക്കുന്നു. പീഠകളുടെ ആധിക്യത്താൽ ശോഭയേറ്റ ആ തിരുമുഖം ഭക്തയായ വെറോനിക്ക തൂവാല കൊണ്ട് തുടയ്ക്കുന്നു. ശത്രുക്കളുടെ ക്രൂരമായ നോട്ടം അവൾ വകവച്ചില്ല. പരിഹാസം നിറഞ്ഞ അവരുടെ വാക്കുകൾ അവൾക്ക് പ്രതിബന്ധമായില്ല. അവളുടെ സ്നേഹത്തിന് സ്നേഹനാഥൻ പ്രതിസമ്മാനം നൽകി. അവിടുത്തെ തിരുമുഖം തൂവാലയിൽ പതിഞ്ഞു. പീഠകളുടെ നടുവിലും സ്വയം മറന്ന് സ്നേഹം പകരുന്ന നാഥ, അങ്ങേ സ്നേഹം എത്രയോ അവർണ്ണനീയം. താബോർ മലയിൽ സൂര്യസമാനം പ്രശോഭിച്ച ആ തിരുമുഖം വികൃതമാകാൻ എന്റെ പാപങ്ങളും കാരണമല്ലോ. നാഥ, വെറോനിക്കയെ പോലെ എന്റെ പാപം മലിനമാക്കിയ അങ്ങേ മുഖം ഞാനും തുടയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാനസ്നാനത്തിലൂടെ നീ എനിക്ക് തന്ന പുതുജീവനാകുന്ന വെള്ളവസ്ത്രത്തെ പാപത്താൽ മലിനമാക്കിയതോർത്ത് ഞാൻ ദുഃഖിക്കുന്നു. അതിൽ നീ വധിച്ച നിന്റെ രൂപം മിഴിവോടെ കാത്തു സൂക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ.